ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം പറയുകയാ, നിരാശയില്ല, അവർക്ക് സങ്കടമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മനസ്സിന്റെ ഉള്ളിനകത്തേക്ക് പടച്ച റബ്ബ് കയറി കഴിഞ്ഞാൽ അവന് സങ്കടമില്ലടോ, അവന് ദുഃഖമില്ലടോ. എന്ത് നഷ്ടപ്പെട്ടാലും അവനൊന്നുമില്ല. പടച്ച റബ്ബ് തന്നു, അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. ഇത്രയേമുള്ള സഹോദരാ, നിരാശ ജീവിതത്തിൽ വരാൻ പാടില്ല. എന്റെ വീട് പോയല്ലോ, എന്റെ കച്ചവടം പോയല്ലോ, എന്റെ കാറ് പോയല്ലോ, എന്റെ സമ്പത്ത് പോയല്ലോ, പടച്ചവരെ ജീവിതത്തിലെ സങ്കടമില്ലടോ. അല്ലാഹു തന്നു, അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. അതാ പറഞ്ഞത്, ഇന്നാ ലില്ലാഹ്. അല്ല പറഞ്ഞല്ലോ നിന്നെ പരീക്ഷിക്കുമെന്ന്, നിനക്ക് ഭയം തരും സഹോദരാ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു നിന്നെ ഭയപ്പെടുത്തും. വൽജൂഅ്, നിനക്ക് വിശപ്പ് തരും സഹോദരാ. അല്ല പറയുന്നു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖസിൻ മിനൽ അംവാൽ വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾ അല്ലാഹു എണ്ണി എണ്ണി പറയുകയാ. നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. ശത്രുക്കൾ പറയും നിന്നെ കൊല്ലുമെന്ന്, നീ ഭയക്കാൻ പാടില്ല. അവര് നിന്നെ ഒന്നും ചെയ്യില്ല, നീ ഭയക്കണ്ട, നീ ഉറച്ചു നിൽക്ക്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ വിശപ്പ് തരും, നിനക്ക് ഞാൻ പട്ടിണി തരും, നിനക്ക് ഞാൻ ഞെരുക്കം തരും. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ഞാനോ നിങ്ങളോ അല്ല. 3 വർഷക്കാലം ശൈബ് അബീ താലിബിന്റെ മലഞ്ചരിവിൽ അല്ലാഹുവിന്റെ റസൂലും തന്റെ കുടുംബവും പച്ചില പറിച്ച് കടിച്ചു സഹോദരാ. അല്ല പറഞ്ഞ രണ്ടാമത്തെ പരീക്ഷണം പട്ടിണി അല്ല തരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇവിടെ നബിതങ്ങളും തന്റെ കുടുംബവും ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരിവിലും 3 കൊല്ലം വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിച്ചു. നമ്മൾ ആരെങ്കിലും തിന്നിട്ടുണ്ടോ ജീവിതത്തിൽ ഇല? വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല തിന്ന ആരെങ്കിലും ഉണ്ടോ? തിന്നിട്ടുണ്ടോ? നമ്മൾ ഇല തിന്നും എപ്പോഴെന്നറിയോ? മട്ടൻ മന്തി ഇവിടെ വരെ തിന്നിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. അത് ആകെ തിന്നണ ഇല, ആ ഇലയല്ല. നബിതങ്ങളും സഹാബത്തും 3 മാസം നബിതങ്ങളുടെ വീടിനകത്ത് തീ പുകഞ്ഞിട്ടില്ല. അത്രയ്ക്കും പട്ടിണി. നബിതങ്ങളുടെ വീടിനകത്തുള്ള പട്ടിണിയെ കുറിച്ച് പഠിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ഇത്തിരി മാവ് കിട്ടിയപ്പോ ഒരു റൊട്ടി ഉണ്ടാക്കി. വാപ്പ പട്ടിണി ആയതുകൊണ്ട് പകുതി കൊണ്ട് നബിതങ്ങളുടെ കൈ കൊടുത്തു. നബിതങ്ങൾ കൈ വെച്ചിട്ട് കരയാ. എന്തേ ഉപ്പ കരയണേ? 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന അരിഭക്ഷണം മോളെ. ഇതായിരുന്നു നബിതങ്ങളുടെ ജീവിതം. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കോടീശ്വരിയായിരുന്നു ഖദീജ. നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ല, നീ വീട്ടിൽ പൊക്കോളാൻ. ഖദീജ ബീവിയോട് പറഞ്ഞ ഒരു മറുപടി, നീ കോടീശ്വരിയായ, നിനക്ക് പട്ടിണി കിടന്നിട്ട് ശീലമില്ല ഖദീജ, എന്നെ വിട്ടിട്ട് പൊക്കോളാൻ. അപ്പോഴാ ഖദീജ പറഞ്ഞത്, നബിയെ, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ. ഇത് സിനിമയുടെ ഡയലോഗൊന്നുമല്ല, ഇത് ഖദീജ പറഞ്ഞതാണ്. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹു പട്ടിണി തരും. അള്ളാഹു നമ്മുടെ സാമ്പത്തികമായി നമ്മളെ തകർക്കും. ബിസിനസ് ഒക്കെ പോകും, അതൊക്കെ പരീക്ഷണം. അള്ളാഹു രോഗങ്ങൾ തരും, അതും പരീക്ഷണം. ചിലപ്പോ മരണം തരും, അതും പരീക്ഷണം. നീ അപ്പൊ പറയണം, വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് വന്നാലും ടെൻഷനും പ്രയാസമൊന്നുമില്ല. അത് റബ്ബ് തന്നു, റബ്ബെടുത്തു. എന്ത് ചെയ്യാനാ? നിലവിളിച്ചാ കിട്ടുവോ? നീ കടന്ന് നിലവിളിക്ക. ടെൻഷൻ അടിക്കുന്ന ഒരുപാടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നീ ടെൻഷൻ അടിച്ചാ പോയി തിരിച്ചിട്ടോ? എടോ, അല്ല പറഞ്ഞെന്താ? എല്ലാവരുടെ ജീവിതത്തിലും ടെൻഷനും പ്രയാസമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഈ ഇരിക്കണം നിങ്ങൾ വാഴ്ന്നു വെക്കാൻ വന്നൊന്നുമല്ല. എനിക്കറിയാം, ദ്വാ പ്രതീക്ഷിച്ച ഞാനും അത് പ്രതീക്ഷിച്ചിരിക്കണേ. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും, ഉസ്താദ് ദ്വാ ചെയ്യണം, ദ്വാ ചെയ്യണം. എന്റെ കാര്യം ആരോട് പറയും ഞാൻ? എടാ, നമ്മൾ രണ്ടുപേരും ചിന്തിക്കുക. നമ്മളൊക്കെ ജീവിതത്തിലെ പ്രയാസവും ദുഃഖവും. അപ്പൊ ഇങ്ങനെ ചോദിക്കണത്, അല്ല എന്തോ എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കണേ? അവക്ക് വീട് കൊടുത്തു, എനിക്ക് വീടില്ല. അവക്ക് മക്കളെ കൊടുത്തു, എനിക്കില്ല. അവൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടില്ല. അള്ളാഹ്ക്ക് വെറുപ്പൊന്നും ആരോടും ഇല്ലടോ. എടോ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ല പറഞ്ഞെന്താ?
ജീവിതത്തിൽ പ്രയാസവും ദുരിതമൊക്കെ വരുമ്പോ അള്ളാഹിന് ശുക്ർ ചെയ്ത് ജീവിക്ക്, അള്ളാഹിനോട് നന്ദി രേഖപ്പെടുത്ത്. എന്തേ നേട്ടം? അള്ളാഹു നമുക്ക് ഈമാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ ചങ്ങായിമാരൊക്കെ 10ാം ക്ലാസ്സിൽ തോറ്റു, പോയി തൂങ്ങുക, എന്ത് കിട്ടും? തോറ്റു, അടുത്ത പരീക്ഷ എഴുതി ജയിക്കണം. ഒരു ജോലി ഉണ്ടായിരുന്നു, പോയാ പോട്ടെ, അടുത്ത ജോലി ഉണ്ടാകണം. ഒരു കച്ചവടം പോയി അടുത്ത കച്ചവടം ഉണ്ടാക്കണം. ഈ എന്തിനാ ടെൻഷനും ബേജാറൊക്കെ എന്തിനാ? അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ ഉസ്താദ് നിങ്ങൾ പറയണ കേട്ടാല്, ഇപ്പൊ ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ, 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്ത് പറയണം? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പറയണം? ഉറക്കെ പറയടോ. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്ത് പറയണം? ഒരു രോഗം വന്നു, എന്ത് പറയണം? അൽഹംദുലില്ലാഹ് പറയോ? ഉസ്താദിന് വട്ടാണെന്ന് തോന്നുന്നില്ലേ? എന്നാ പറയണം ചങ്ങാതി. ഇവിടെ ഉണ്ടായിരുന്ന ജോലി പോയാൽ പോട്ടെ, അൽഹംദുലില്ലാഹ് അടുത്ത റബ്ബ് തരും. ടെൻഷനും ബേജാറൊന്നും വേണ്ട. ഇങ്ങനെ പറയാനുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ഒറ്റ ഹദീസ് മനസ്സിൽ കരുതിയാൽ മതി. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഉസ്താദ് ഇവിടെ സംഘാടകനായിട്ടാണ് ഉസ്താദ് പൈസയല്ലേ ആ ചങ്ങാതി കാണാൻ തന്നെ ദേവസംഘാടകൻ, ആ പാവപ്പെട്ട പൈസ ഉസ്താദ് ദേവസംഘാടകല്ലേ, എവിടെ വളർന്നിട്ട് പോയാലും വരും. പൈസ ഉസ്താദ് ഇനിയെങ്കിലും ഇവിടെ കയറിയിരിക്കും. ആ സാധു ഇങ്ങനെ നടക്ക ഓൾറൗണ്ടായിട്ട് പടച്ചറപ്പേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഞാൻ ചോദിച്ചു, പിരിവല്ല ഉണ്ടോ? നിർബന്ധിക്കൊന്നും വേണ്ട ഉസ്താദ്, അലല്ല, അതൊരു മനസ്സ്. പിരിവല്ല ഉണ്ടോ? സാധാരണ എവിടെയും അതിനു മുമ്പ് ലിസ്റ്റാ തരാ, കോൺട്രാക്ടറിന് കൊടുക്കണ പോലെ വലിയ ലിസ്റ്റ് തരും. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇങ്ങനെ ചില ആഗ്രഹം ഉണ്ടല്ലോ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിങ്ങൾക്കൊരു നല്ല പാഠം പഠിപ്പിച്ചു തരാം. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹ് പറഞ്ഞ് ചിരിക്കുന്ന മുഖത്തോടെ നടക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ടെൻഷനും മാറാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടയോ? നീ ഈ സംഘാടകനൊന്നും ഇരിക്കുന്നില്ലേ? ബക്കറ്റാണ് കൊണ്ട് നടക്കുന്നത്. ബക്കറ്റ് അവസാനം പോലെ. എല്ലാ ടെൻഷനും മാറാനുള്ള വഴി എന്തെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കം ഉണ്ടോ ഇല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഉറക്കപ്പറ? ഉണ്ടോ ഇല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? ഉണ്ട്. അങ്ങനെ ഇന്ന മഅൽ ഉസ്രി യുസ്റ അല്ലേ? എന്റെ പൊന്നാര ചങ്ങാതി, എടാ ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ട്, ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷമുണ്ട്. നിനക്കിപ്പം ദുഃഖം തന്നിരിക്കുന്നത് ഒരു സന്തോഷം വരാൻ പോകുന്നതിന്റെ അടയാളമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നീ ദുഃഖത്തിലാണോ, പ്രയാസത്തിലാണോ? നീ മനസ്സിലാക്ക്, നിനക്കൊരു നല്ല കാലം വരാൻ പോകുന്നു. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ത്? പറ, എന്ത്? പ്രയാസം. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് പ്രയാസം. ആ പ്രയാസത്തിന്റെ പുറകിൽ നിനക്കൊരു സന്തോഷം വരുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇനി ഒരു അൽഹംദുലില്ലാഹ് പറ, നല്ല പോലെ പറ. ഇനി മേല പറഞ്ഞുകൊണ്ട് നടക്കരുത്. പ്രയാസവാ, ദുഃഖവാ, ദുരിതവാ പറഞ്ഞുകൊണ്ട് നടന്ന വരാനിരിക്കുന്ന സന്തോഷം പോയി കിട്ടും. അനുഭവിക്കാനുള്ളത് അനുഭവിക്കുകയും വേണം. എന്തിനാവശ്യമില്ല. അപ്പൊ രണ്ട് കാര്യം ഓർക്കുക. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റവുമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, സന്തോഷത്തിന്റെ പുറകിൽ എന്തുണ്ട്? അതുകൊണ്ടാ പറഞ്ഞത്, ദുഃഖത്തിലും സന്തോഷത്തിലും അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ. ദുഃഖത്തിലും സന്തോഷത്തിലും അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദര, ചില പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അല്ലാഹു പറയുകയാ,
നിനക്ക് സന്തോഷമുള്ള ജീവിതം ഞാൻ തരാം നിനക്ക്. അല്ലാഹു പറയുകയാ, ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, പ്രയാസപ്പെടണ്ട. അല്ലാഹു പറയുകയാ, അല്ലാഹു പറഞ്ഞ വാചകം എന്തെന്നറിയുവോ? നിങ്ങൾക്ക് ഈ ദുനിയാവില് രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? സന്തോഷത്തോടെ സമാധാനത്തോടെ, അല്ലാഹുവേ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കണോ? അല്ലാഹു പറയുകയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. ഈ ഒരൊറ്റ ആയത്ത് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാ. അല്ലാഹു പറയുകയാ, ഈ ലോകത്ത് നിങ്ങൾക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കണോ? ഈ ലോകത്ത് നിങ്ങൾക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കണോ? അല്ലാഹു പറയുകയാ, ഫലനുഹയ്യന്നഹും ഹയാതൻ ത്വയ്യിബാ. ഏറ്റവും നല്ല ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാം. ഏറ്റവും മനോഹരമായ ജീവിതം, സുന്ദരമായ ജീവിതം. അൽഹംദുലില്ലാഹ്, കോടീശ്വരന്മാര് ജീവിക്കുന്നത് പോലെ രാജാക്കന്മാർക്ക് പോലും കിട്ടാത്ത സന്തോഷവും സമാധാനവും ഞാൻ നിങ്ങൾക്ക് തരാം. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ അവനെ നോക്കണേ ഇവനെ നോക്കണേ, ആ ചങ്ങാതി അങ്ങനെ ഈ ചങ്ങാതി ഇങ്ങനെ? എടാ, നിനക്ക് വേണോ ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം? നിനക്കും നിന്റെ കുടുംബത്തിൽ ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഒരേ ഒരു കാര്യം ചെയ്താൽ അല്ലാഹു നിനക്കെല്ലാം ഒരുക്കി തരും. സന്തോഷമുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണം? മൻ അമില സ്വാലിഹ, നന്മ ചെയ്യണം. തലകുത്തി നിൽക്കണമെന്നല്ല പറഞ്ഞേ, നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു പറയുകയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ നന്മകൾ ചെയ്താൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് നല്ല ജീവിതം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഞാൻ പറയുകയാ, ആര് ഭരിക്കട്ടെ, ആരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നിന്റെ വീട്ടിൽ സമാധാനം വേണോ? നിന്റെ വീട്ടിൽ സന്തോഷം വേണോ? നിനക്ക് സമാധാനത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കണോ? അല്ലാഹു പറയുന്നു, നീ നല്ല കാര്യം ചെയ്യ്. അല്ലാഹു പറയുന്നു, നീ നല്ല കാര്യം ചെയ്താൽ